സുനാമി എന്ന് വെച്ചാൽ എന്താണ്? സുനാമി is a very large and a powerful wave caused by the earthquakes under the sea. അല്ലെ? അപ്പോ സീക്ക് അടിയിൽ എർത്ത് ഉണ്ടാകുന്നു, ഭൂമി കുലുക്കം ഉണ്ടാകുന്നത് കാരണം ഉണ്ടായി വരുന്ന വലിയ വേവ്സിനെയാണ്, വലിയ തിരമാലകളെയാണ് നമ്മൾ സുനാമി എന്ന് പറയുന്നത്. അപ്പോൾ 26 ഡിസംബർ 2004 അല്ലെ, 2004 ഡിസംബർ 26 a tsunami hit Thailand and parts of India such as the Andaman and Nicobar Islands and the Tamil Nadu coast. Here are some stories of courage and survival. അപ്പോൾ 2004 ഡിസംബർ 26 a tsunami hit Thailand and parts of India such as Andaman and Nicobar Islands coast of Tamil Nadu. തമിഴ്നാടിന്റെയും ആൻഡമാനും അതുപോലെ തന്നെ എന്താണ് തായ്ലൻഡും തുടങ്ങിയ സ്ഥലങ്ങൾ, ഇന്തോനേഷ്യ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്തു? ഈ സുനാമി എന്ന് പറയുന്ന തിരമാല ആഞ്ഞടിച്ചു. അപ്പൊ അതിന്റെ എന്താണ്? ഹിയർ ആർ സം സ്റ്റോറീസ് ഓഫ് കറേജ് ആൻഡ് സർവൈവൽ. അതിനെ ആൾക്കാർ നേരിട്ടതും അതിന്റെ സർവൈവൽ അല്ലെ ഒക്കെയാണ് നമുക്കിവിടെ 3 കഥകളിലൂടെ പറയാം. അപ്പൊ നോക്കാം, ഒന്നാമത്തെ കഥ നോക്കൂ. These stories are all from the Andaman and Nicobar archipelago. അല്ലെ, എന്താണ്? ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിൽ നിന്ന് ഉള്ള കഥകളാണ് ഈ 3 കഥകളും നമ്മൾ പറയുന്നത്. ഓക്കെ, ആർച്ചിപ്പിലാഗോ എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ആണ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. Ignatius was the manager of a cooperative society in Kachal. His wife waked him up at 6 a.m. because she felt an earthquake. Ignatius carefully took his television set off its table and put it down the ground so that it would not fall and break. Then the family rushed out of the house. When the tremor stopped, they saw the sea rising. In the chaos and confusion, 2 of his children caught hold of the hands of their mother's father and mother's brother and rushed in the opposite direction. He never saw them again. His wife was also swept away. Only the 3 other children who came with him were saved. നോക്കാം. Ignatius was a manager of a cooperative society. Ignatius എന്ന് പറയുന്നത് he was a manager of a cooperative society. അല്ലെ, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജർ ആയിരുന്നു അദ്ദേഹം. എവിടെയാണ്? കാച്ചൽ അല്ലെ, കാച്ചൽ എന്ന് പറയുന്ന സ്ഥലത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജർ ആണ് ഇഗ്നേഷ്യസ് എന്ന് പറയുന്നത്. His wife woke him up at 6 a.m. അല്ലെ, 6 മണിയായപ്പോൾ അദ്ദേഹത്തിന്റെ വൈഫ് അദ്ദേഹത്തെ വിളിച്ചു. Because she felt an earthquake. കാരണം എന്താണ്? ഒരു earthquake അവർക്ക് ഫീൽ ചെയ്യും. അല്ലെ, ഒരു earthquake ഫീൽ ചെയ്യും. Ignatius carefully took his television set off his table and put it down on the ground. Ignatius വളരെ ശ്രദ്ധയോടുകൂടി ടേബിളിൽ നിന്ന് ടെലിവിഷൻ സെറ്റ് എടുത്ത് താഴെ വെച്ചു. ഇതിനു വേണ്ടിയിട്ടാണ് so that it would not fall and break. അല്ലെ, വാർത്തകൾ അറിയുകയും ചെയ്യാം, അതുപോലെ എന്താണ് ഇത് താഴെ വീണ് പൊട്ടില്ല. അല്ലെ, അപ്പൊ ഭൂമി കുലുക്കം വരുമ്പോ എന്ത് ചെയ്യാം? ടി വി ഒക്കെ എടുത്ത് താഴെ വീഴും. അല്ലെ, എന്നിട്ടോ then the family rushed out of the house. എന്നിട്ട് അവർ പതിയെ എന്ത് ചെയ്തു? വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി. When the tremor stopped, അല്ലെ, ഭൂമി കുലുക്കത്തിന്റെ ഇതൊക്കെ ഒന്ന് നിന്നപ്പോൾ they saw the sea rising. അവർ എന്ത് കണ്ടു? കടൽ ഉയർന്നു വരുന്നത് കണ്ടു. In the chaos and confusion, അല്ലെ, ആ chaosയിലും കൺഫ്യൂഷനിലും എന്താണ്? 2 of his children caught hold of his hands of his mother's father and mother's brother. അവരുടെ 2 കുട്ടികൾ അല്ലെ, മദറിന്റെ ഫാദറിന്റെയും മദറിന്റെ ബ്രദറിന്റെയും കൂടെ, അവരുടെ അമ്മയുടെ അച്ഛന്റെയും അമ്മയുടെ സഹോദരന്റെയും കൂടെ പോയി. And rushed in the opposite direction. അവരൊരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് പോയത്. He never saw them again. പിന്നെ അവരെ കണ്ടിട്ടില്ല. അതായത് ആ കുട്ടികളെല്ലാം തിരമാല കൊണ്ടുപോയി, അവരെല്ലാവരെയും തിരമാല കൊണ്ടുപോയി. His wife was also swept away. അയാളുടെ ഭാര്യയും കൊണ്ടുപോയി. Only 3 other children who came with him were saved. അയാൾക്കൊപ്പം വന്ന 3 കുട്ടികൾ രക്ഷപ്പെട്ടു. അല്ലെ, അപ്പൊ അയാളും 3 കുട്ടികളും രക്ഷപ്പെട്ടു. അയാളുടെ വൈഫും വൈഫിന്റെ ഫാദറും ബ്രദറും മറ്റ് 2 കുട്ടികളും എന്ത് ചെയ്തു? മരിച്ചു, തിരമാലയിൽപ്പെട്ട് മരിച്ചു. Sanjeev was a policeman sailing in the Kachal island of the Nicobar group of islands. He somehow managed to save himself, his wife and his baby daughter from the waves. But then he heard cries for help from a wife of John, the Gustav's cook. Sanjeev jumped into water and rescued her, but they were both separated. അടുത്ത സഞ്ജീവ് വാസ് എ പോലീസ്മാൻ. അല്ലെ, കാച്ചൽ സ്ഥലത്ത്, നിക്കോബാറിലെ സ്ഥലമാണ് കാച്ചൽ. അപ്പൊ കാച്ചൽ ഒരു പോലീസ്മാൻ ആയിരുന്നു. ആരെന്ന് വെച്ചാല് സഞ്ജീവ്. അല്ലെ, Sanjeev was a policeman serving in the Kachal island of the Nicobar group of islands. He somehow managed to save himself. അല്ലെ, അയാൾ സ്വയവും
ഹിസ് വൈഫ് ആൻഡ് ഹിസ് ബേബി ഡോട്ടർ ഫ്രം ദ വേഴ്സ് അല്ലെ, അയാളുടെ ഭാര്യയും കുട്ടിയെയും എന്ത് ചെയ്യാൻ സാധിച്ചു, ആ വേഴ്സിൽ നിന്ന് അയാൾക്ക് രക്ഷിക്കാൻ സാധിച്ചു. But then he heard cries of help from the wife of John. അല്ലെ, പിന്നീട് എന്ത് ചെയ്തു, ജോണിന്റെ ഭാര്യയുടെ കരച്ചിൽ ഇയാൾ കേട്ടു. ജോൺ ആരായിരുന്നു? ഗസ്റ്റോസ് കുക്ക് അല്ലെ. അവിടുത്തെ ഗസ്റ്റോസ് കുക്ക് ആയിരുന്ന ജോണിന്റെ ഭാര്യയുടെ നിലവിളി അദ്ദേഹം കേട്ടു. സഞ്ജീവ് ജംപ്ഡ് ഇൻ ദി വാട്ടർ ടു റെസ്ക്യൂ ഹർ. അവളെ രക്ഷിക്കാൻ വേണ്ടി സഞ്ജീവ് എന്ത് ചെയ്തു, വെള്ളത്തിലേക്ക് എടുത്തു ചാടി. ബട്ട് ദേ ബോത്ത് സെപ്റ്റഡ്. പക്ഷെ അവർ രണ്ടുപേരും വെള്ളത്തിൽ വീഴും അല്ലെ. അപ്പൊ സഞ്ജീവ് ആദ്യം രക്ഷപ്പെട്ട് അയാളുടെ വൈഫിനെയും കുട്ടിയൊക്കെ രക്ഷപ്പെടുത്തി കരക്കെത്തിയപ്പോഴാണ് ഗസ്റ്റോസ് കുക്കായ ജോണിന്റെ ഭാര്യയുടെ നിലവിളി കേട്ട് വീണ്ടും തിരമാലയിലേക്ക് ചാടുന്നു. രണ്ടുപേരും ഒഴുകി മരിച്ചു. 13-year-old Megha was swept away along with her parents and 77 other people. She spent 2 days floating in the sea, holding on to a wooden rope. 11 times she saw relief helicopters overhead, but they did not see her. She was brought to a shore by a dove and was found walking on the seashore in days. 13-year-old Megha, ഇവിടുത്തെ കുട്ടിയുടെ കാര്യം, 13 വയസ്സായ മേഘന എന്ന് പറയുന്ന കുട്ടി, was swept away along with her parents and 77 other people. അല്ലെ, അവളുടെ അച്ഛനമ്മമാർക്കും അതുപോലെ തന്നെ 77 അതർ പീപ്പിൾ, 77 ആൾക്കാർക്കുമൊപ്പം അവൾ എന്ത് ചെയ്തു, തിരമാല അടിച്ചു കൊണ്ടുപോയി. She spent 2 days floating in the sea. 2 ദിവസം എന്ത് ചെയ്തു, കടലിലൂടെ അവൾ ഒഴുകി നടന്നു. ഹോൾഡിംഗ് ടു ആൻ വുഡൻ ഡോർ അല്ലെ, ഒരു തടി കൊണ്ടുള്ള ഡോറിൽ പിടിച്ച് 2 ദിവസം കടലിലൂടെ ഒഴുകി നടന്നു. In the meantime, ആ സമയം എന്ത് ചെയ്തു, 11 times she saw relief helicopters overhead. അവളുടെ തലയ്ക്കുമുകളിലൂടെ 11 തവണ റിലീഫ് ഹെലികോപ്റ്റേഴ്സ് പോയി. പക്ഷെ ആ 11 തവണയും ഈ റിലീഫ് ഹെലികോപ്റ്റേഴ്സിലുള്ള ആൾക്കാര് ആരെ കണ്ടില്ല, ഈ മേഘന എന്ന് പറയുന്ന കുട്ടിയെ കണ്ടു. But they did not see her. She was brought to shore by a wave. അല്ലെ, അവസാനം തിരമാല അടിച്ചുള്ള കരക്കിട്ടു. And was found walking on the seashore in days. അല്ലെ, എന്താണ് ഡേയ്സ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു ഡിസി അവസ്ഥ അല്ലെ, എന്താണ് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിൽ എന്താണ് നമ്മുടെ കടൽ തീരത്തോട് നടക്കുന്ന ഈ മേഖലയെ പിന്നീട് ആൾക്കാർ കണ്ടു. പിന്നെ അടുത്ത നോക്കിയേ, അൽമാസ് ജാവേദ് വാസ് 10-year-old. She was a student of Carmel Convent in Port Blair, where her father had a petrol pump. Her mother Rahila was in Nankovri Island. The family had gone there to celebrate Christmas. അടുത്ത കാര്യം പറയുന്നത് അൽമാസ് ജാവേദ് എന്ന് പറയുന്ന കുട്ടിയുടെ. She was 10 years old. എത്ര വയസ്സായിട്ടുള്ളൂ? 10 വയസ്സായിട്ടുള്ളൂ. She was a student of Carmel Convent in Port Blair. അല്ലെ, പോർട്ട് ബ്ലെയർ എന്ന് പറയുന്ന സ്ഥലത്തെ കാർമൽ കോൺവെന്റിലാണ് ആ കുട്ടി പഠിക്കുന്നത്. വേറെ ഫാദർ ഹാഡ് എ പെട്രോൾ പമ്പ്. ആ കുട്ടിയുടെ അച്ഛൻ എന്നുണ്ട് ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. മദർ രാഹല സോമാസ് ഇൻ നാൻകോവറി ഐലൻഡ്. അല്ലെ, അവരുടെ അമ്മയായിട്ടുള്ള റാഹലിയുടെ ഹോം എന്ന് പറയുന്നത് എവിടെയാണ്? നാൻകോവറി എന്ന് പറയുന്ന ഐലൻഡിലാണ്. The family had gone there to celebrate Christmas. ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ക്രിസ്മസ് വെക്കേഷൻ ടൈമില് ഇവരെല്ലാവരും കൂടി നാൻകോവറി ഐലൻഡിലേക്ക് പോയി. When the tremors came early in the morning, the family was sleeping. Alma's father saw the seawater rushing back with great force. The seawater receded. He understood that the water would come rushing back with great force. He woke everyone up and tried to rush them into safer place. അപ്പോൾ നോക്കി, when the tremors came early in the morning, രാവിലെ ഭൂമികുലുക്കം ഉണ്ടായപ്പോ the family was sleeping. അല്ലെ, അവരെന്ത് ചെയ്യായിരുന്നു? ഉറങ്ങുകയായിരുന്നു. Alma's father saw the seawater recede. അല്ലെ, അൽമാസിന്റെ ഫാദർ കണ്ടതാണ് സീ വാട്ടർ റിസീവ്, കടൽവെള്ളം താഴേക്ക് ഇറങ്ങുന്നതായിട്ട് അയാൾ കണ്ടു. അപ്പൊ തന്നെ അയാൾക്ക് മനസ്സിലായി the water would come rushing back with a great force. സർവശക്തിയും എടുത്ത ആ വെള്ളം തിരിച്ചു വരാൻ പോവുകയാണ്. He woke everyone up. അല്ലെ, അയാൾ എല്ലാവരെയും വിളിച്ചു നിർത്തി. and tried to rush them to safer place. അല്ലെ, വളരെ സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് അവരെ മാറ്റാൻ അദ്ദേഹം ശ്രമിച്ചു. As they ran, her grandfather was hit on the head by something and fell down. അല്ലെ, അവർ ഓടിയപ്പോഴോ അവരുടെ ഗ്രാൻഡ്ഫാദറിന്റെ തലയിൽ എന്തോ ഇടിച്ച് വീണു അദ്ദേഹം. Her father rushed to help him. Then came the first giant wave that swept both of them away. അല്ലെ, അപ്പൊ അയാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അൽമാസിന്റെ ഫാദർ ഓടിച്ചെന്നു. പക്ഷേ എന്ത് പറ്റി? രണ്ടുപേരെയും ഒരു ജയന്റ് വേവ്, വലിയൊരു തിരമാല വന്ന് എടുത്തു കൊടുത്തു. Alma's mother and aunt stood clinging to the leaves of coconut tree, calling out to her. A wave uprooted the tree and they were too washed away. അല്ലെ, അൽമാസിന്റെ മദറും അതുപോലെ തന്നെ ആൻസും ഒക്കെ എന്ത് ചെയ്യായിരുന്നു? stood clinging to a leaves of a coconut tree. അല്ലെ, ഒരു തെങ്ങോലയിൽ പിടിച്ച് കിടക്കുകയാണ്. calling out to her, അവളെ അവിടെ നിന്നുകൊണ്ട് വിളിക്കുന്നുണ്ട്. A wave uprooted the tree. ഒരു തിരമാല വന്ന തെങ്ങിനെ പൊടുതു. and they too were washed away. അവരെല്ലാവരെയും എന്ത് ചെയ്തു? എടുത്തുകൊണ്ട് പോയി. Almas saw a log of food floating. അല്ലെ, അൽമാസ് എന്ത് കണ്ടു? ലോഗ് ഓഫ് ഫുഡ്. അല്ലെ, കുറെ തടി കഷ്ണങ്ങൾ ഒഴുകി വരുന്ന കണ്ടു.
She climbed onto it. അവൾ അതിൽ പിടിച്ചു. Then she fainted. അവൾ എന്താണ് faint ചെയ്തു. When she woke up, അല്ലെ അവൾ ഉണർന്നപ്പോൾ she was in a hospital in Kamota. അല്ലെ കമോട്ട എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ഹോസ്പിറ്റലായിരുന്നു അവൾ. From there she was brought to Port Blair. അവിടെ നിന്ന് അവളെ വീണ്ടും Port Blairലേക്ക് കൊണ്ടുവന്നു. The little girl does not want to talk about the incident with anyone. She is still traumatized. അവൾക്ക് ഇപ്പോഴും ആ ഇൻസിഡന്റിനെ കുറിച്ച് ആരോടും പറയണമെന്നില്ല. ഇപ്പോഴും അവൾ അതിന്റെ ട്രോമയിലാണ്, അതിന്റെ പ്രശ്നങ്ങൾ ഇപ്പോഴും അവൾക്കൊണ്ട് ആ സംഭവം അനുഭവിച്ചു. അപ്പൊ അതാണ് ഒന്നാമത്തെ പാർട്ട് വിഷയം. ഓക്കെ, അത് കുറെ ക്വസ്റ്റ്യൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് രണ്ടാമത്തെ പാർട്ട് കൂടി പറയാം, എന്നിട്ട് നോക്കാം. Tilly Smith, a British schoolgirl, was able to save many lives when the tsunami struck Phuket Beach in Thailand. Though she was won a number of awards, her parents have not allowed their daughter to be interviewed on television and made into a heroine. Why do you think they took that decision? അല്ലേ, അപ്പൊ എന്താണ് ഇനി അടുത്ത ടില്ലി സ്മിത്ത് എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ കാര്യമാണ്. ഒരു ബ്രിട്ടീഷ് സ്കൂൾ ഗേളാണ് അവൾ. അല്ലെ, ആ കുട്ടി എന്ത് ചെയ്തു? ഒരുപാട് ആൾക്കാരുടെ ജീവൻ ഈ സുനാമിയിൽ നിന്ന് രക്ഷിച്ചു. അല്ലെ, പക്ഷെ എവിടെയായിരുന്നപ്പോൾ? തായ്ലൻഡിലായിരുന്നപ്പോൾ. പക്ഷെ ടെലിവിഷൻകാരന് വന്ന് ഇന്റർവ്യൂ ചെയ്യാൻ കുട്ടിയുടെ ഭാഗം അവരെ സമ്മതിച്ചില്ല. എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. Now here is the story from Thailand. അടുത്ത അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ സ്റ്റോറീസ് എവിടെ നിന്നുള്ള സ്റ്റോറീസ് ആയിരുന്നു? നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൽ നിന്നുള്ളതായിരുന്നു. അടുത്തത് തായ്ലാൻഡിൽ നിന്നുള്ള കഥയാണ്. The Smith family was from southeast England, were celebrating Christmas at a beach resort in southern Thailand. അല്ലെ, അപ്പൊ ഈ സ്മിത്ത് ഫാമിലി എന്തിയാണ്? ഫ്രം സൗത്ത് ഈസ്റ്റ് ഇംഗ്ലണ്ടിൽ നിന്നുള്ള ആൾക്കാരാണ്. They were celebrating Christmas at a beach resort in southern Thailand. അല്ലെ, സദേൺ തായ്ലാൻഡിലെ ഒരു ബീച്ച് റിസോർട്ടിൽ അവർ എന്ത് ചെയ്യായിരുന്നു? ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യായിരുന്നു. ടില്ലി സ്മിത്ത് വാസ് എ 10-year-old school girl. ടില്ലി സ്മിത്ത് ആരാണ്? ഒരു 10 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. അല്ലെ, her sister was 7 years old. Their parents were Penny and Colin Smith. അല്ലെ, അവരുടെ പാരന്റ്സ് ആരാണ്? പെന്നി സ്മിത്തും കോളിൻ സ്മിത്തും. അല്ലെ, അപ്പോ ഇതായിരുന്നു അവരുടെ ഫാമിലി. അല്ലെ, ഓക്കെ, 7 വയസ്സുള്ള ഒരു സിസ്റ്റർ ഉണ്ട്. പിന്നെ അവരുടെ അച്ഛനും അമ്മയും പെന്നി ആൻഡ് കോളിൻ സ്മിത്ത്. It was 26 December 2004. അല്ലെ, ക്രിസ്മസിന്റെ പിറ്റേന്ന്. അല്ലെ, ഡിസംബർ 26, 2004. Deadly tsunami waves were already on their way. അല്ലെ, deadly tsunami waves. അല്ലെ, ഇതാണ് ഇതിൽ വിതയ്ക്കുന്ന ശക്തമായ തിരമാലകൾ വരികയാണ്. They had been triggered by a massive earthquake of northern Sumatra earlier that morning. അല്ലെ, സുമാത്രയിൽ എന്താണ് അന്ന് രാവിലെ തന്നെ എന്താണ് ഭയങ്കരമായ ഭൂമികുലുക്കം നടന്നതായിട്ടൊക്കെ അവർ അറിഞ്ഞിരുന്നു. The water was swelling and it kept coming in. Penny Smith remembered the beach was getting smaller and smaller. I didn't know what was happening. അല്ലെ, the water was swelling and kept coming in. വെള്ളം ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. Penny Smith remembered. Penny Smith ഓർക്കുകയാണ്. The beach was getting smaller and smaller. ഓരോ തവണ കഴിയുന്നതോറും ബീച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? കടൽ തീരം ചുരുങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ചെറുതായിരിക്കണം. അതിന് വെള്ളം കയറി വരികയാണ്. I don't know what was happening. അല്ലെ, എനിക്ക് അറിയില്ലായിരുന്നു എന്താണ് സംഭവിക്കുന്നത്. But Tilly Smith sensed that something was wrong. പക്ഷെ ടില്ലി സ്മിത്തിന് മനസ്സിലായി something was wrong. എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് ടില്ലി സ്മിത്തിന് മനസ്സിലായി. Her mind kept going back to a geography lesson she had taken in England just 2 weeks before she flew to Thailand with her family. അപ്പൊ അവളുടെ ഫാമിലിയുമായി തായ്ലാൻഡിലേക്ക് വരുന്നതിന് 2 ആഴ്ച മുമ്പ് അവൾ സ്കൂളിൽ പഠിച്ച ഒരു ജോഗ്രഫി ലെസൺ അപ്പോൾ അവളുടെ മനസ്സിലേക്ക് ഓർമ്മ. ടില്ലി saw the sea slowly rise. അല്ലെ, ടില്ലി എന്ത് കണ്ടു? ഈ കടൽ തീരം ഇങ്ങനെ എന്താണ് കടൽ ഇങ്ങനെ ഉയരുന്നത് കണ്ടു. And start to form. അല്ലെ, പതയുന്നുണ്ട്. ബബിൾ ആൻഡ് ഫോം വേർപൂൾസ്. അല്ലെ, ബബിൾ കുമിളകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് വേർപൂൾസ്, അല്ലെ, ചുഴികൾ ഉണ്ടാകുന്നുണ്ട് കടലിൽ. She remembered that she had seen this in class in a video of a tsunami that had hit in Holian Island in 1946. അപ്പൊ 1946 ഹോളിൻ ഐലൻഡ്സിൽ എന്തുണ്ടായ സുനാമിയുടെ വീഡിയോ ആര് കണ്ടിട്ടുണ്ട്? ടില്ലി സ്മിത്ത് ക്ലാസ്സിൽ, ജിയോഗ്രഫി ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട്. അവർക്ക് പെട്ടെന്ന് ഓർമ്മ. The geography teacher had shown her the class video and told them that tsunamis can be caused by earthquakes, volcanoes and landslides. അല്ലെ, അപ്പോ അവരുടെ ജിയോഗ്രഫി ടീച്ചർ അവർക്ക് ഇത് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു സുനാമി ഉണ്ടാകുന്നത് എർത്തക്വേക്ക് കാരണമോ അല്ലെങ്കിൽ എന്താണ് വോൾക്കാനോസ് കാരണമോ, അഗ്നിപർവ്വതങ്ങളുടെ വിസ്ഫോടനം കാരണമോ അല്ലെങ്കിൽ ലാൻഡ്സ്ലൈഡ് അല്ലെ ഉരുൾപൊട്ടൽ കാരണമോ ഒക്കെ ഉണ്ടാകാം, സുനാമി ഉണ്ടാകാമെന്ന് പറഞ്ഞു. കടലിൽ നടക്കുന്ന എർത്തക്വേക്ക് ഒക്കെയാണ്. Tilly started to scream at her family to get off the beach. അല്ലെ, ടില്ലി പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? അവളുടെ ഫാമിലിയോട് കടലിൽ നിന്നും കടൽ തീരത്തു നിന്നും അകത്തേക്ക് വരാൻ പറഞ്ഞു.
She talked about an earthquake under the sea. അല്ലെ അവൾ പറഞ്ഞു എന്താണ് കടലിനകത്ത് എന്ത് കാണണം earthquake ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. She got more and more hysterical. അവൾ കൂടുതൽ പരിഭ്രാന്തി ആയിക്കൊണ്ടിരുന്നു. Said her mother Penny, I didn't know what a tsunami was. അല്ലെ പക്ഷെ എനിക്ക് ശരിക്കും അറിയില്ലായിരുന്നു എന്താണ് സുനാമി എന്താണെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. But seeing my daughter so frightened, പക്ഷെ എന്റെ മകൾ വളരെ ഭയപ്പെട്ടിരുന്നത് കൊണ്ട് തന്നെ I thought something serious must be going on. എന്തോ സീരിയസ് ആയിട്ടുള്ള പ്രശ്നം നടക്കുകയാണെന്ന് എനിക്ക് തോന്നി. Tilly's parents took her and her sister away from the beach to the swimming pool at the hotel. ടില്ലിയുടെ എന്താണ് ഫാദർ പാരന്റ്സ് എന്ത് ചെയ്തു ടില്ലിയെയും അതുപോലെ എന്റെ സിസ്റ്ററിനെയും എന്ത് ചെയ്തു ആ ഹോട്ടലിലെ സ്വിമ്മിംഗ് പൂളിലേക്ക് കൊണ്ടുപോകും. A number of other tourists also left the beach with them. അല്ലെ അവർക്കൊപ്പം കുറെ ടൂറിസ്റ്റ് എന്ത് ചെയ്തു Then it was as if the entire sea had come out after them. I was screaming run. അല്ലെ എന്താണ് പിന്നീട് നോക്കിയപ്പോ കാണാം എന്താണ് എൻറ്റയർ സീ ആ കടൽ മുഴുവൻ ഇളകി വരുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് അല്ലെ ഐ വാസ് സ്ക്രീമിംഗ് റൺ അല്ലെ ഞാനപ്പോ പറഞ്ഞു ഓടിക്കൂ. The family took refuge in the third floor of the hotel. The building withstood the surge of 3 tsunami waves. If they had stayed on the beach, they would not have been alive. അല്ലെ അവര് ആ ഹോട്ടലിന്റെ മൂന്നാമത്തെ നിലയിൽ കയറിവന്ന് 3 സുനാമി തിരമാലകൾ ആ ഹോട്ടലിലേക്ക് അടിച്ചു വന്നു. പക്ഷേ അവരുടെ അടുത്തേക്ക് എത്തി പറയാണ് if they had stayed on the beach അവർ ആ ബീച്ചിൽ തന്നെ നിന്നിരുന്നെങ്കിൽ they would not have been alive. അവർ ഒരിക്കലും ജീവനോടെ ഉണ്ടായിരിക്കില്ല. The Smiths later met other tourists who had lost their entire families thanks to Tilly and her geography lesson. അല്ലെ The Smiths later met other tourists who had lost their entire families. അല്ലെ മുഴുവൻ കുടുംബങ്ങളെ നഷ്ടപ്പെട്ട പല ആൾക്കാരെയും കണ്ടു. അല്ലെ thanks to Tilly and her geography lesson they had been forewarned. അല്ലെ പക്ഷേ ടില്ലിയും ടില്ലിയുടെ geography lesson നന്ദി പറയട്ടെ അത് കാരണം എന്ത് ചെയ്തു കുറെ പേരൊക്കെ രക്ഷപ്പെട്ടു. Tilly went back to her school in England and told her classmates that they were അല്ലെ ടില്ലി തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് പോയി ആ ടെറിഫൈങ് ആയിട്ടുള്ള അവിടുത്തെ കൂട്ടുകാരോട് പറഞ്ഞു. ഓക്കെ ഇതാണ് രണ്ടാമത്തെ പാർട്ട്. അപ്പൊ 2 പാർട്ടുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് ആൻഡമാൻ നിക്കോബാറിലെ പ്രശ്നവും മറ്റൊന്ന് തായ്ലൻഡിലെ ടില്ലി സ്മിത്തിന്റെ കഥയും. ഓക്കെ അപ്പൊ അത് ആദ്യത്തെ നോക്കി കിടക്കുന്ന ക്വസ്റ്റ്യൻ നോക്കി Ignatius lost his wife, 2 children, her father-in-law and her brother-in-law in the tsunami. അതായിരുന്നു പോയിന്റ്. Sanjeev made a safety after tsunami. Meghna was saved by a relief helicopter. Alma's father realized that a tsunami was going to hit Thailand. Her mother and aunts were washed away into the tree that they were already built. അല്ലെ ഇതിൽ ഏതൊക്കെയാണ് ട്രൂ ഓർ ഫോൾസ് നിങ്ങൾക്ക് അറിയാലോ അത് നോട്ട് ചെയ്തിരിക്കണം. അത് രണ്ടാമത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് Why did Tilly families come to Thailand? എന്തുകൊണ്ടാണ് ടില്ലിയുടെ ഫാമിലി തായ്ലൻഡിലേക്ക് വന്നത്? What are the warning signs that both Tilly and her mother saw? അല്ലെ ഇതൊക്കെയാണ് ടില്ലിയുടെ മദറും കണ്ട വാർണിംഗ് നോട്ട്സ്. Do you think Tilly's mother was alarmed by them? Where had Tilly seen the sea behaving in the same strange fashion? എവിടെയാണ് ടില്ലി ഇതിനു മുമ്പ് സീ ഇങ്ങനെ സ്ട്രേഞ്ച് ആയിട്ടുള്ള രീതിയിൽ ബിഹേവ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്? ഓക്കെ അപ്പൊ അതൊക്കെ നോട്ട്ബുക്കിൽ നോട്ട് ചെയ്ത് വയ്ക്കുക. ബാക്കി അടുത്ത പാർട്ട് നമുക്ക് അടുത്ത ക്ലാസ് കൊടുക്കാം.